أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا صدق الله العظيم. സൂറ അൻ-നിസായിലെ ഒന്നാമത്തെ ആയത്ത്, യാ അയ്യുഹന്നാസ്, ഓ മനുഷ്യരെ, ഇത്തഖൂ, നിങ്ങൾ സൂക്ഷിക്കുക, റബ്ബക്കും, നിങ്ങളുടെ രക്ഷിതാവിനെ അല്ലെങ്കിൽ നിങ്ങളുടെ യജമാനനെ, അല്ലദീ ഖലഖക്കും, നിങ്ങളെ സൃഷ്ടിച്ചവനായ, അല്ലദീ ഒരുത്തൻ, ഖലഖക്കും, അവൻ നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നു, അഥവാ അവൻ നിങ്ങളെ സൃഷ്ടിച്ചവനായ, മിൻ നഫ്സിൻ വാഹിദ, ഒരേ നഫ്സിൽ നിന്ന്. നഫ്സ് എന്നത് ശരീരത്തിനും ഉപയോഗിക്കും, ആത്മാവിനും ഉപയോഗിക്കും. രണ്ടും പരിശുദ്ധ ഖുർആനിൽ കാണാൻ കഴിയും. വജാഹിദു ഫീ സബീലില്ലാഹി ബി അംവാലിക്കും വഅൻഫുസിക്കും, സമ്പത്തുകൾ കൊണ്ടും ശരീരങ്ങൾ കൊണ്ടും അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുക എന്നാണ്. അവിടെ ശരീരം എന്നർത്ഥത്തിലാണ് അംഫുസ്, അതിന്റെ ഏകവചനമാണ് നഫ്സ്. ഇനി മറ്റൊരിടത്ത് അല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹ, അല്ലാഹു മരണസമയത്ത് നഫ്സിനെ അഥവാ റൂഹിനെ ഏറ്റെടുക്കുന്നു. അവിടെ നഫ്സ് എന്ന് പറയുന്നത് ശരീരമല്ല, റൂഹ് ആത്മാവ് ആണ്. യഥാർത്ഥത്തിൽ ഇത് രണ്ടും ചേർന്ന് നിൽക്കുന്ന അവസ്ഥയിലാണ് നഫ്സ് എന്ന് പറയുക. ശരീരത്തിൽ നഫ്സ്, ആത്മാവ് ഉള്ള സന്ദർഭത്തിലാണ് ശരീരത്തെ നഫ്സ് എന്ന് പറയുക. മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ, അന്യായമായിട്ട് ഒരു നഫ്സിനെ കൊന്നാൽ, അവിടെ നഫ്സിനെ കൊല്ലുക എന്ന് പറയുമ്പോൾ ശരീരത്തിനെയാണ് കൊല്ലുക, പക്ഷേ ബാധിക്കുക ആത്മാവിനെയാണ്. ഇങ്ങനെ ശരീരത്തിൽ ആത്മാവ് ഉള്ള അവസ്ഥയിലെ നഫ്സ് എന്ന് പറയുകയുള്ളൂ. നഫ്സ് ഇല്ലാതെയായാൽ പിന്നെ അത് മയ്യിത്താണ്, ശരീരം. അതുപോലെ ശരീരത്തിൽ കുടികൊള്ളാത്ത അവസ്ഥയിൽ നഫ്സ് എന്ന് പറയുന്നത് റൂഹ് ആണ്. ഇത് രണ്ടും ഒപ്പമുണ്ടാകുന്ന സന്ദർഭത്തിലെ നഫ്സ് എന്ന് പ്രയോഗിക്കാറുള്ളൂ സാധാരണഗതിയിൽ. അപ്പൊ ഇവിടെ നഫ്സിൻ വാഹിദ എന്ന് പറഞ്ഞാൽ ഒരേ ശരീരത്തിൽ നിന്നോ ഒരേ അസ്തിത്വത്തിൽ നിന്നോ എന്നൊക്കെ പരിഭാഷപ്പെടുത്താം. ഒരേ അസ്തിത്വം അല്ലെങ്കിൽ ഒരേ സ്വത്വം എന്നൊക്കെ നമ്മൾ ആധുനിക മലയാളത്തിൽ പറയുന്ന സാധനമാണ് സ്വത്വം. സ്വത്വം എന്ന് പറയുന്നത് ആത്മാവും ശരീരവും ചേർന്നതാണ്. വിശദീകരണം നമുക്ക് പിന്നീട് പറയാം. വഖലഖ മിൻഹ, അതിൽ നിന്ന് അവൻ സൃഷ്ടിച്ചിരിക്കുന്നു, ആ നഫ്സിൽ നിന്ന്, സൗജഹ, അതിന്റെ ഇണയെ, വബസ്സ മിൻഹുമ, ആ രണ്ടിൽ നിന്നുമായി, അഥവാ നഫ്സും അതിന്റെ ഇണയും ആ രണ്ടിൽ നിന്നുമായി അവൻ പരത്തിയിരിക്കുന്നു, പരത്തുകയും ചെയ്തിരിക്കുന്നു. ബസ്സ പരത്തി. റിജാലൻ കസീറൻ വനിസാഅ, റിജാലൻ കസീറൻ, ധാരാളം പുരുഷന്മാരെ, വനിസാഅൻ ഐ നിസാഅൻ കസീറൻ, ധാരാളം സ്ത്രീകളെയും. വാ പറഞ്ഞാൽ പിന്നെ രണ്ടും കസീറാണ്, അതിനാണ് വാവ്.
വത്തഖുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക. അല്ലദീ, യാതൊരുത്തൻ, തസാഅലൂന ബിഹി, അവനെ കൊണ്ടാണ് നിങ്ങൾ പരസ്പരം ചോദിക്കുന്നത്. തസാഅലൂന, സഅല ചോദിച്ചു, തസാഅല എന്ന് പറഞ്ഞാൽ പരസ്പരം ചോദിക്കുന്നു എന്നർത്ഥം. തസാഅലൂന, നിങ്ങൾ പരസ്പരം ചോദിക്കുന്നു. സഅല ചോദിച്ചു, സാഅല പരസ്പരം പരസ്പരം ചോദിച്ചു, അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്നു. ഇതുപോലെ ഖതല കൊന്നു, ഖാതല യുദ്ധം ചെയ്തു. അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലാൻ നോക്കലാണല്ലോ യുദ്ധം. ഇങ്ങനെ ഫഅല രീതിയിലാക്കിയാൽ ഏത് ക്രിയയും പരസ്പരം ചെയ്തു എന്നർത്ഥം ഉണ്ടാകും. ഫഅല എന്നുള്ളത് ഫഅല എന്നാക്കുമ്പോൾ. എന്നതുപോലെ സാഅല, അതിന്നുണ്ടായതാണ് തസാഅലൂന. ബിഹി, അവനെ കൊണ്ട്, അള്ളാഹുവിനെ കൊണ്ട് എന്നർത്ഥം. വൽ അർഹാമ, കുടുംബ ബന്ധങ്ങളെയും സൂക്ഷിക്കുക. വത്തഖുല്ലാഹ വത്തഖുൽ അർഹാമ എന്നർത്ഥം. രക്തബന്ധം, റഹ്മ് ഗർഭപാത്രമാണ്, അർഹാമ് ഗർഭപാത്രങ്ങൾ എന്നർത്ഥത്തിൽ അതിന്റെ ബഹുവചനമായിട്ടും ഉപയോഗിക്കും. കുടുംബബന്ധത്തിന് റഹ്മ് എന്ന് പ്രയോഗിക്കും. രക്തബന്ധത്തിന് അതിന്റെ ബഹുവചനമായിട്ട് കുടുംബബന്ധങ്ങളെയും എന്നർത്ഥത്തിൽ ഉപയോഗിക്കും. ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ, നിശ്ചയം അല്ലാഹു നിങ്ങളുടെ മേൽ റഖീബ് ആകുന്നു, അഥവാ നിരീക്ഷകൻ ആകുന്നു എന്നർത്ഥം. സൂറ നിസായിലെ ആദ്യ ആയത്താണത്. ആദ്യത്തെ ഈ ആയത്തിൽ അള്ളാഹു വിളിക്കുന്നത് യാ അയ്യുഹന്നാസ് എന്നാണ്. പരിശുദ്ധ ഖുർആനിലെ ആദ്യത്തെ വിളി തന്നെ അതായിരുന്നല്ലോ. സൂറത്തുൽ ബഖറയിലെ 21-ാമത്തെ ആയത്തിലാണ് പരിശുദ്ധ ഖുർആനിലെ ആദ്യത്തെ വിളി കാണാൻ കഴിയുക. അവിടെ വിളിച്ചത് യാ അയ്യുഹന്നാസ്, എന്നിട്ട് പറഞ്ഞത് ഉഅ്ബുദു റബ്ബക്കും അല്ലദീ ഖലഖക്കും, നിങ്ങളെ സൃഷ്ടിച്ച നാഥന് ഇബാദത്ത് ചെയ്യുക എന്നാണ്. ഇവിടെ മറ്റൊരു കാര്യമാണ് പറയുന്നത്, മനുഷ്യരെ മൊത്തം വിളിച്ചിട്ട് ഉഅ്ബുദു റബ്ബക്കും എന്നല്ല, ഇത്തഖൂ റബ്ബക്കും എന്നാണ്. എന്താണ് അത് തമ്മിലുള്ള വ്യത്യാസം? അള്ളാഹുവിന്റെ അടിമ എന്ന് അംഗീകരിച്ചവനും ബാധകമായ കാര്യമാണ് ഇത്തഖു എന്നത്. അവനെ സൂക്ഷിക്കുക, അവനെ ഭയപ്പെടുക, അവനെ ആ ഭയപ്പാടിന്റെ അടിസ്ഥാനത്തിൽ അവനെ അനുസരിക്കുക, അഥവാ അവന്റെ അതൃപ്തിയെ ഭയപ്പെടുക, അവന്റെ ഇഷ്ടത്തെ ആഗ്രഹിക്കുക, അവന്റെ ശിക്ഷയെ ഭയക്കുക, പ്രതിഫലം മോഹിക്കുക എന്നൊക്കെയാണ് ഇത്തഖു എന്നതിന്റെ താല്പര്യം. ഇത്തഖു റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ സൂക്ഷിക്കുക. പിന്നെ റബ്ബിന്റെ വിശേഷണമായിട്ട് പറഞ്ഞതാണ് അല്ലദീ ഖലഖക്കും, നിങ്ങളെ സൃഷ്ടിച്ചവനായ റബ്ബിനെ സൂക്ഷിക്കുക. അള്ളാഹുവിനെ സൂക്ഷിക്കണം, അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കണം, അവനെ സ്നേഹിക്കണം, അവനെ ഭയപ്പെടണം എന്നൊക്കെ പറയുന്നതിന്റെ ന്യായം എന്താണ്? അത് ഈ അയ്യുഹന്നാസ് എന്നാണ് വിളിച്ചത് എല്ലാ മനുഷ്യർക്കും സ്വീകാര്യമാകുന്ന ഒരു ന്യായമാണ്. ബാക്കി അല്ലാഹു അല്ലാതെ ദൈവങ്ങളായി ആരാധിക്കപ്പെടുന്നവരോ യജമാനന്മാര് ചമയുന്നവരോ ആയ മുഴുവൻ ശക്തികളും യഥാർത്ഥത്തിൽ ഇത്തരം ഒരു ന്യായം ഇല്ലാത്തവയാണ്. അവയൊക്കെ മനുഷ്യരുണ്ടാക്കിയതോ മനുഷ്യരുണ്ടായ ശേഷം ഉണ്ടായതോ മനുഷ്യരിൽ നിന്ന് തന്നെ ഉള്ളവരോ ഒക്കെയായിരിക്കും. എന്നാൽ അല്ലാഹു അങ്ങനെയല്ല. അവൻ ഉണ്ടാക്കിയതാണ് മുഴു പ്രപഞ്ചവും മുഴു മനുഷ്യരെയും. ആ ന്യായത്തിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യരെ അല്ലാഹു ആഹ്വാനം ചെയ്യുകയാണ്, നിങ്ങൾ മറ്റുള്ളവരോട് ഭക്തി പുലർത്തുക, മറ്റുള്ളവരെ ഭയപ്പെടുക, മറ്റുള്ളവരെ സ്നേഹിക്കുക ഒക്കെ ചെയ്യുന്നതിന് പകരം നിങ്ങളുടെ സൃഷ്ടാവായ
യജമാനനായ അള്ളാഹുവിനോട് തഖ്വ പുലർത്തുവീൻ, അവനോട് ഭക്തിയും അവനോട് സൂക്ഷ്മതയും ഒക്കെ പുലർത്തുവീൻ. പിന്നെ സൃഷ്ടിപ്പിന്റെ ഒരു വിശദീകരണമാണ് പിന്നെ പറയുന്നത്. മിൻ നഫ്സിൻ വാഹിദ, ഒരേ സ്വത്വത്തിൽ നിന്ന്. മുഫസ്സിറുകള് മിക്കവാറും എല്ലാവരും തന്നെ വിശദീകരിച്ചത് അങ്ങനെ പറഞ്ഞാൽ അർത്ഥം അത് ആദം അലൈഹിസ്സലാമിനെയാണ് ഉദ്ദേശിച്ചത് എന്നാണ്. ആത്മാവും ശരീരവും ചേർന്ന ആദം അലൈഹിസ്സലാമിൽ നിന്ന് ആണ് മുഴുവൻ മനുഷ്യരെയും സൃഷ്ടിച്ചിരിക്കുന്നത്. ആദിപിതാവ് എന്ന് അദ്ദേഹത്തെ വിളിക്കുന്നത് അതുകൊണ്ടാണ്. എന്തിനാണിത് പറയുന്നത്? മനുഷ്യർ ഒന്നാണ് എന്ന വസ്തുതയ്ക്ക് ഊന്നൽ നൽകാനാണ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ ഒരു ദരിദ്ര ഗോത്രം, മുലർ ഗോത്രത്തിൽപ്പെട്ട ഒരു വിഭാഗം വന്നപ്പോൾ അവരെ സഹായിക്കുവാൻ വേണ്ടി, അനുയായികളെ പ്രേരിപ്പിക്കുവാൻ വേണ്ടി നടത്തിയ പ്രസംഗത്തിൽ ഈ ആയത്താണ് ഓതിയത്. യാ അയ്യുഹന്നാസു ഇത്തഖൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ. അപ്പൊ അതിന്റെ ഉദ്ദേശം എന്താന്ന് വെച്ചാൽ അറബികളും ഖുറൈശികളും അതുപോലെ മുലർ ഗോത്രക്കാരും എല്ലാവരും ഒരേ മനുഷ്യരാണ് എന്ന ആശയം എടുത്തു വെക്കുകയാണ് റസൂൽ ചെയ്യുന്നത്. അത് തന്നെയാണ് അല്ലാഹു തആല ഇവിടെ പറയുന്നത് എന്ന് നമുക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. മനുഷ്യരൊക്കെ ഒന്നാണ്. ഇത് ദീനുൽ ഇസ്ലാമിന്റെ വളരെ വിപ്ലവകരമായ ഒരാശയമാണ്. മനുഷ്യൻ ഒന്നാണ് എന്നത്. ബാക്കി പലയിടങ്ങളിലും അങ്ങനെയല്ല നമ്മൾ കാണുക. മനുഷ്യർ ഭിന്നരാണ്. ജാതി കൊണ്ട്, ജന്മം കൊണ്ട്, വംശം കൊണ്ട്, വർഗം കൊണ്ട്, അങ്ങനെ ഒരേ മതത്തിൽപ്പെട്ടവർ, ഒരേ ദൈവത്തിനെ ആരാധിക്കുന്നവർ പോലും വർണ്ണത്തിന്റെ പേരിൽ വ്യത്യസ്തരാകുന്നത് കാണാൻ കഴിയും. അതുപോലെ ജാതികളെ കുറിച്ചുള്ള കാഴ്ചപ്പാട് രൂപപ്പെട്ടു വരുന്നത് ജന്മം കൊണ്ട്. ഞങ്ങൾ ജന്മമെടുത്തിട്ടുള്ളത് തലയിൽ നിന്ന് ജനിച്ചവർ, കയ്യിൽ നിന്ന് ജനിച്ചവർ, കാലിൽ നിന്ന് ജനിച്ചവർ, ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ നാട്ടിലെ വർണ്ണാശ്രമ ധർമ്മം നിലനിൽക്കുന്നത്. അതൊക്കെ നിഷേധിക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്യുന്നത്. ഒരേ മാതാപിതാക്കളുടെ മക്കൾ എന്നതാണ് മനുഷ്യന്റെ യഥാർത്ഥത്തിലുള്ള അസ്തിത്വം എന്ന് പറയുന്നത്. ഒരേ സ്വത്വത്തിൽ നിന്നാണ് ഉണ്ടായത്. വഖലഖ മിൻഹാ സൗജഹ, മനുഷ്യരൊക്കെ ഒരേ സ്വത്വമാണ് എന്ന് പറയുമ്പോൾ തന്നെ മനുഷ്യരിൽ രണ്ട് തരം പ്രധാനമായി കാണുന്നുണ്ടല്ലോ. അതാണ് ആണ് പെണ്ണ് എന്ന് പറയുന്നത്. ഈ ആണ് പെണ്ണ് എന്ന് പറയുന്ന രണ്ട് വർഗങ്ങൾ പോലും ഒരേ സ്വത്വമാണ് എന്നാണ് അള്ളാഹു വ്യക്തമാക്കുന്നത്. അഥവാ ആദം അലൈഹിസ്സലാമിൽ നിന്ന് തന്നെയാണ് സ്ത്രീയെയും സൃഷ്ടിച്ചിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആദ്യം ആദം അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ചു. പിന്നെ ആദം അലൈഹിസ്സലാമിൽ നിന്ന് തന്നെയാണ് ഹവ്വാ ബീവിയെയും സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. കുല്ലുക്കും മിൻ ആദം വ ആദമു മിൻ തുറാബ്, നിങ്ങൾ എല്ലാവരും ആദമിൽ നിന്നാണ്, ആദമാകട്ടെ മണ്ണിൽ നിന്നുമാണ്. ലാ ഫളല ലി അറബിയ്യിൻ അലാ അജമിയ്യിൻ, അറബിക്ക് അനറബിയേക്കാളോ വല അറബിയ്യിൻ അലാ അജമിയ്യിൻ വല അജമിയ്യിൻ അലാ അറബിയ്യിൻ, അനറബിക്ക് അറബിയേക്കാളോ യാതൊരു ശ്രേഷ്ഠതയുമില്ല. ഇല്ലാ ബി തഖ്വ, തഖ്വ കൊണ്ടല്ലാതെ. തഖ്വയിൽ കൂടുതൽ തഖ്വയുള്ളയാളും തഖ്വ കുറഞ്ഞയാളും തഖ്വ ഒട്ടുമില്ലാത്തയാളും അങ്ങനെയൊക്കെ ഉണ്ടാകാം. അതൊക്കെ ഓരോരുത്തർക്കും സ്വയം തീരുമാനിക്കാവുന്നതാണ്. എനിക്ക് നല്ലോണം തഖ്വ വേണമെന്നും വേണ്ടെന്നും ഒക്കെ. അങ്ങനെ അല്ലാതെ അയാളുടെ കർമ്മത്തിനും വിശ്വാസത്തിനും സ്വാധീനമില്ലാത്ത വിധം അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരു സ്വത്വം അങ്ങനെ ഒന്നില്ല. എല്ലാ മനുഷ്യരും ഒരുപോലെയാണ്. എല്ലാവരും ജന്മം കൊണ്ട് പവിത്രരാണ്, ജന്മം കൊണ്ട് ഉയർന്നവരാണ്, ഉന്നതരാണ്. വലഖദ് കറംനാ ബനി ആദം, അള്ളാഹു തന്നെ പറയുന്നുണ്ട്, ആദമിന്റെ മക്കളെ നാം ആദരിച്ചിരിക്കുന്നു. എല്ലാവരും ആദരണീയരാണ്. കൊലപാതകത്തെ കുറിച്ച് പറഞ്ഞെടുത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആയത്ത്, മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഫകഅന്നമ ഔ ഫസാദിൻ ഫിൽ അർളി ഫകഅന്നമ ഖതലൻ നാസ ജമീഅ, ഒരു മനുഷ്യരിലെ ഏതെങ്കിലും ഒരുത്തനെ അന്യായമായി കൊല്ലുക എന്ന് പറഞ്ഞാൽ മുഴുവൻ മനുഷ്യരെയും കൊല്ലുന്നതിന് തുല്യമാണ്. അഥവാ അന്യായമായ കൊല മൊത്തം
മാനവരാശിയോടുള്ള അപരാധമാണ്. നമുക്കത് വേഗം മനസ്സിലാകും. കുടുംബത്തോട്, ഒരു കുടുംബത്തിൽപ്പെട്ട ഒരാളെ വേറൊരു കുടുംബത്തിൽപ്പെട്ടവൻ കൊന്നു എന്ന് പറഞ്ഞിട്ട് ഈ കുടുംബക്കാര് സംഘടിക്കും. ഇത് ഒരാളോടല്ല, അത് നമ്മുടെ കുടുംബത്തോട് മൊത്തം ചെയ്തതാണ് എന്ന് പറഞ്ഞിട്ട്. എന്നതുപോലെയാണ് അള്ളാഹു പറയുന്നത്, മൊത്തം മനുഷ്യരോട് ചെയ്തതാണ്. കാരണം മനുഷ്യരെല്ലാവരും ഒന്നാണ്. ഇവിടെ മനുഷ്യന്റെ ഉൽപ്പത്തിയെ കുറിച്ചാണ് അള്ളാഹു താല പറഞ്ഞു തുടങ്ങുന്നത്. കാരണം എന്താന്ന് വെച്ചാൽ, ഇനി ഇവിടുന്ന് അങ്ങോട്ട് പറയാൻ പോകുന്നത് മനുഷ്യന്റെ ജീവിതത്തെ പറ്റിയാണ്, കുടുംബത്തെ പറ്റി. പ്രത്യേകിച്ചും ഈ സൂറത്തുൻ നിസാഇന്റെ ആദ്യ ഭാഗമൊക്കെ കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളാണ് കടന്നു വരുന്നത്. അനാഥകൾ, അതുപോലെ വിവാഹം പോലെയുള്ള വിഷയങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ അതിൻ്റെയൊക്കെ അടിത്തറ എന്താണ്? മനുഷ്യന്റെ ഉത്ഭവം ഒന്ന് അള്ളാഹു സൃഷ്ടിച്ചതാണ്, രണ്ട് അത് ഒരേ സ്വത്വത്തിൽ നിന്നാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. രണ്ട് വർഗങ്ങൾ ആണും പെണ്ണും കാണുന്നുണ്ടെങ്കിൽ പോലും യഥാർത്ഥത്തിൽ അത് ഒന്നാണ്. ഇങ്ങനെ പറയുന്നതിന് വലിയ പ്രസക്തിയുണ്ട്. അടുത്ത കാലം വരെ യൂറോപ്പിൽ വരെ പെണ്ണിന് ആത്മാവുണ്ടോ ഇല്ലേ എന്നുള്ള ചർച്ച നടന്നിട്ടുണ്ട്. അത്രേ. ആത്മാവ് ഉണ്ടോന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ വീട്ടിലെ ആടിന്, പശുവിന്, കോഴിക്ക് അവയ്ക്കൊന്നും ആത്മാവുള്ളതായിട്ട് നമ്മൾ പരിഗണിക്കുന്നില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് തോന്നുന്നതിനെ പിടിച്ചറക്കാം, തോന്നുന്നതിനെ പിടിച്ച് വിൽക്കാം. അത് നമ്മുടെ ഒരു കമ്മോഡിറ്റി മാത്രമാണ്. എന്നതുപോലെ ഒരു കമ്മോഡിറ്റി ആയിട്ട് സ്ത്രീകളെ കണ്ടിരുന്നു പഴയ കാലത്ത്. ഇപ്പോഴും ഏറെക്കുറെ അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷെ അങ്ങനെയല്ല. ഇത് പുരുഷൻ എന്താണോ അത് തന്നെയാണ് സ്ത്രീ എന്ന് വ്യക്തമാക്കുകയാണ് യഥാർത്ഥത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്യുന്നത്. അങ്ങനെ സ്ത്രീയുടെ അന്തസ്സ് ഉയർത്തൽ കൂടിയാണ്. അതിന് കുടുംബത്തെക്കുറിച്ച് പറയുന്നതിന്റെ മുമ്പ്, കുടുംബം എന്ന് പറഞ്ഞാൽ കുറെ ആളുകൾക്ക് ആസ്വദിക്കാനുള്ളതും കുറെ ആളുകൾക്ക് അനുഭവിക്കാനുള്ളതുമല്ല, എല്ലാവർക്കും അവകാശങ്ങളും ബാധ്യതകളും ഉള്ളതാണ്. കുറച്ചപ്പുറത്ത് ഇതേ സൂറത്തിൽ തന്നെ ലാ യഹല്ലു ലക്കും അൻ തരിസുൻ നിസാഅ കർഹ, സ്ത്രീകളെ ഒരു അനന്തര സ്വത്തായി വീതം വെക്കാനുള്ളതല്ല എന്ന് തന്നെ പറയുന്നുണ്ട്. ഇങ്ങനെ സ്ത്രീയുടെ അന്തസ്സ് പുരുഷന് തുല്യമാണ് എന്നും താഴ്ന്ന ജാതിയായി കാണപ്പെടുന്ന ആളുകൾ ഉയർന്ന ജാതിക്ക് തുല്യരാണ് എന്നും എല്ലാവരെയും അള്ളാഹു സൃഷ്ടിച്ചതാണ് എന്നും എല്ലാവരെയും സൃഷ്ടിച്ചിട്ടുള്ളത് ഒരേ നഫ്സിൽ നിന്ന് തന്നെയാണ്, അല്ലാതെ യാതൊരുവിധ വിവേചനങ്ങൾക്കും അടിസ്ഥാനമില്ല എന്നും വ്യക്തമാക്കിക്കൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഇങ്ങനെ ചെയ്ത അള്ളാഹുവിനെ ആണ് നിങ്ങൾ അനുസരിക്കേണ്ടത്, നിങ്ങൾ ഭയപ്പെടേണ്ടത്, നിങ്ങൾ സ്നേഹിക്കേണ്ടത്, നിങ്ങൾ ഭക്തി കാണിക്കേണ്ടത് എന്നൊക്കെയാണ് പറഞ്ഞതിന്റെ അർത്ഥം. വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം, വത്തഖുല്ലാഹ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക, അല്ലദീ തസാഅലൂന ബിഹി അവനെ കൊണ്ടാണ് നിങ്ങൾ പരസ്പരം ചോദിക്കുന്നത് എന്നതിനൊക്കെ ഖുർആൻ വ്യാഖ്യാതാക്കൾ നൽകിയ വിശദീകരണം പരസ്പരം അവകാശങ്ങൾ ചോദിക്കുന്നത് എന്നാണ്. അള്ളാന്റെ പേരില് അള്ളാനെ വിചാരിച്ച് എന്നൊക്കെ നമ്മളും പറയാറുണ്ടല്ലോ. അത് അറബികളും പറയും. ഖാലു അസ്അലുക ബില്ലാഹി വബിർറഹ്മി, ഞാൻ അള്ളാന്റെ പേരിലും രക്തബന്ധത്തിന്റെ പേരിലും നിന്നോട് ചോദിക്കുന്നു. അത് ആവശ്യങ്ങൾ ചോദിക്കലായിരിക്കും, അഭയം തേടലായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തായിഫിൽ ചെന്നിട്ട് പറഞ്ഞ വർത്തമാനത്തിൽ ഇല്ലാ മവദ്ദത്ത ബിൽ ഖുർബ, രക്തബന്ധത്തിന്റെ കുടുംബ ബന്ധത്തിന്റെ പേരിലുള്ള മവദ്ദത്തെ ഞാൻ ചോദിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞില്ലേ? ഇങ്ങനെ അത് ഖുർആൻ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. മവദ്ദത്ത ബിൽ ഖുർബ ഫിൽ ഖുർബ എന്ന് പറയുന്നത് അടുത്ത ബന്ധത്തിന്റെ പേരിൽ അതാണ്. എന്നതുപോലെ ഇവിടെ ഒന്ന് അവകാശങ്ങൾ ചോദിക്കുന്നത് അള്ളാഹുവിന്റെ പേരിലാണ്, വൽ അർഹാമി കുടുംബ ബന്ധത്തിന്റെ പേരിലാണ്. അഥവാ ഈ കുടുംബ ബന്ധത്തിന്റെയും അവകാശങ്ങളുടെയും ഒക്കെ അടിത്തറ അള്ളാഹുവാണ്. ഭാര്യക്ക് ഭർത്താവിന്റെ മേൽ അവകാശങ്ങളുണ്ട്, ഭർത്താവിന് ഭാര്യയുടെ മേൽ അവകാശങ്ങളുണ്ട്. ആരുണ്ടാക്കി? അള്ളാഹു നിശ്ചയിച്ച അവകാശങ്ങളും ബാധ്യതകളുമാണ്. അള്ളാഹു എന്ന ഒരു ഘടകത്തെ ജീവിതത്തിൽ നിന്ന് അങ്ങോട്ട് മാറ്റി നിർത്തിയാൽ പിന്നെ അവകാശങ്ങളും ബാധ്യതകളും ഒന്നും നിലനിൽക്കുകയില്ല. അതുകൊണ്ടാണ് സൂറത്തുൽ ബഖറയില് അല്ലദീന യൻഖുദൂന അഹദല്ലാഹി മിൻ ബഅദി മീസാഖിഹി വയഖതഊന മാ അമറല്ലാഹു ബിഹി അൻ യൂസല, അള്ളാഹുമായുള്ള കരാർ ലംഘിക്കുകയും എന്നിട്ട് കുടുംബ ബന്ധങ്ങൾ തകർക്കുകയും ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കുകയും ചെയ്യുന്നവർ എന്ന് നിഷേധികളെ കുറിച്ച് പറഞ്ഞത്. അപ്പൊ അള്ളാഹു ആണ് പരസ്പരം ചോദിക്കുന്നതിന്റെ ഒരടിത്തറ. ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനോട് ചോദിക്കാവുന്ന രണ്ട് ചോദ്യങ്ങളുണ്ട്. ഒന്ന് അവകാശങ്ങളാണ് ചോദിക്കുന്നത്, രണ്ട് ഔദാര്യങ്ങളാണ് ചോദിക്കുന്നത്. ഔദാര്യം എന്ന് പറഞ്ഞാൽ ഒരാൾ മറ്റൊരാളുടെ പണം ചോദിക്കുകയാണ്.
അല്ലെങ്കിൽ മറ്റൊരാൾക്ക് നിലയും വിലയുള്ള എന്തോ വസ്തു ചോദിക്കുകയാണ്. എങ്ങനെയാണത് തിരിച്ചു കൊടുക്കുക എന്നൊരു ചോദ്യം ഉണ്ടാവുമല്ലോ. അള്ളാഹു തിരിച്ചു കൊടുക്കും. പാവപ്പെട്ടവനെ, കഷ്ടപ്പെടുന്നവനെ സഹായിക്കാൻ വേണ്ടി പണം അങ്ങോട്ട് കൊടുത്താൽ അവൻ ഇങ്ങോട്ട് തിരിച്ചു തരാൻ കഴിയില്ല, പക്ഷേ അള്ളാഹു തിരിച്ചു തരും. ആ പേരിലാണ് യാചന, അല്ലെങ്കിൽ കഷ്ടപ്പെടുന്നവൻ അനുവദനീയമാകുന്ന സന്ദർഭങ്ങളിൽ ഉള്ളവൻ ഇല്ലാത്തവനോട് ചോദിക്കേണ്ടി വരുന്നത്. ഇനി അവകാശങ്ങളും അങ്ങനെ തന്നെയാണ്. ഭർത്താവിന്റെ കടമയാണ് ഭാര്യയെ തീറ്റിപ്പോറ്റുക എന്നത്. ആര് പറഞ്ഞു? അള്ളാഹുവിന്റെ നിയമത്തിന്റെ പേരിലാണ് ഇവൾ അവന്റെ കൂടെ ജീവിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ആ നിയമത്തിലുണ്ട് ഈ അവകാശങ്ങളും ബാധ്യതകളും. അപ്പൊ അള്ളാഹുവിന്റെ പേരിലാണ് അവകാശങ്ങൾ ചോദിക്കുന്നതും ഔദാര്യങ്ങൾ ചോദിക്കുന്നതും അള്ളാഹുവിന്റെ പേരിലാണ്. രണ്ടും വിശദീകരിച്ചിട്ടുണ്ട് മുഫസ്സിറുകള്. വൽ അർഹാമ ചോദിക്കുന്നതിന്റെ രണ്ടാമത്തെ ന്യായം രക്തബന്ധമാണ്, കുടുംബബന്ധമാണ്. അത് പരിഗണിക്കപ്പെടുന്ന ഒരു സംഗതിയാണ് എക്കാലത്തും മനുഷ്യർക്കിടയിൽ. എൻ്റെ ജ്യേഷ്ഠനാണ്, എൻ്റെ അനുജനാണ്, അതുപോലെ എൻ്റെ സഹോദരനാണ്, സഹോദരിയാണ്, ഇങ്ങനെയൊക്കെ അങ്ങനെ വളരെ അകലേക്ക് പോകും അത്. അതുകൊണ്ട് അള്ളാഹു അതിന് വലിയ പ്രാധാന്യം നൽകിയിരിക്കുന്നു കുടുംബബന്ധത്തിന്. ലാ യദ്ഖുലുൽ ജന്നത്ത ഖാതിഉൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, കുടുംബബന്ധം മുറിക്കുന്നവൻ സ്വർഗത്തിൽ കടക്കുകയില്ല. നമുക്കത് വളരെ നിസ്സാരമായ കാര്യമാണ്. പക്ഷെ അള്ളാഹു ഒരുപാട് ബന്ധുക്കളുമായി നല്ല ബന്ധമുണ്ട്, പക്ഷെ ഒരാളുമായിട്ട് ഞാൻ തീരെ ബന്ധമില്ല, കാരണമൊക്കെ ഉണ്ടാകും, വെറുതെ ഒന്നും ആവില്ല എന്ന് വെച്ചാൽ അതിന്റെ പേരിൽ അയാൾക്ക് നരകം കിട്ടുന്നതാണ്. നമസ്കരിച്ച, നോമ്പ് നോറ്റ, അങ്ങനെ ഒരുപാട് കർമ്മങ്ങൾ ചെയ്ത ആള് ഒരു പിണക്കം കൊണ്ട് സ്വർഗം കളയും എന്നാണ് പറയുന്നത്. എന്താ കാരണം? എന്തുകൊണ്ട് പിണങ്ങുന്നു? അയാൾക്ക് പിണങ്ങാൻ തോന്നിയത് കൊണ്ട് പിണങ്ങുന്നു. മറ്റുള്ളവരോട് എന്തുകൊണ്ട് ഇണങ്ങി? അത് അയാൾക്ക് തോന്നിയത് കൊണ്ട് ഇണങ്ങി. ഈ കാരണം, ഇയാളുമായിട്ട് പിണങ്ങാനുള്ള കാരണം അവരുമായിട്ടൊക്കെ ഉണ്ടാകുമായിരുന്നെങ്കിൽ അയാളുമായിട്ടും പിണങ്ങുമായിരുന്നു. ഇവിടെ എന്താ സംഭവിക്കണത്? അയാളുടെ ദേഹേച്ഛ അയാളുടെ ഇലാഹായി മാറുകയാണ്. ആരോട് ഇണങ്ങണം, ആരോട് പിണങ്ങണം, അതൊക്കെ ഞാനാ തീരുമാനിക്കാൻ. എനിക്കിഷ്ടമുള്ളവരോട് ഇണങ്ങും, ഇഷ്ടമുള്ളവരോട് പിണങ്ങും, ഇത് ഞാൻ തീരുമാനിക്കും. അല്ല, അള്ളാഹുവിന്റെ അടിമയാകണം. അല്ല പറയും ആരോട് ഇണങ്ങണം, ആരോട് പിണങ്ങണം എന്നൊക്കെ. അങ്ങനെ ഇഷ്ടാനിഷ്ടങ്ങളുടെ മാനദണ്ഡമായിട്ട് അള്ളാനെ സ്വീകരിക്കാത്തവൻ പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞതിന് പോലും അർത്ഥമില്ല. അതുകൊണ്ട് പിന്നെ നരകമില്ലാതെ അയാൾക്ക് എന്താ കിട്ടുക? അതുകൊണ്ട് കുടുംബബന്ധം ചേർക്കാൻ അള്ള കൽപ്പിച്ചു, മുറിക്കുന്നവനെ ശിക്ഷിക്കും എന്ന് പറഞ്ഞിരിക്കുന്നു. പരസ്പരം അവകാശങ്ങൾ ചോദിക്കുന്നതിന്റെ രണ്ട് അടിത്തറകള്: ഒന്ന്, അള്ളാഹു നൽകിയ അവകാശങ്ങളാണ്. രണ്ട്, രക്തബന്ധത്തിന്റെ പേരിൽ, അതും അള്ളാഹു തന്നത് തന്നെയാണ്, പക്ഷേ പ്രത്യേകം പ്രാധാന്യം കൊണ്ട് എടുത്തു പറഞ്ഞതാണ്. കാരണം രക്തബന്ധം പരിഗണിക്കണം എന്ന് പറഞ്ഞതും അള്ളാഹു താല തന്നെയാണ്. ഉലുൽ അർഹാമി ബഅ്ലുഹും ഔലാ ബി ബഅ്ലിൻ, രക്തബന്ധുക്കൾ മറ്റു മനുഷ്യരെക്കാൾ കൂടുതൽ അടുത്തവരാണ് എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് രക്തബന്ധത്തിന് പ്രാധാന്യം ഉണ്ടായത്. ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ, നിശ്ചയം അള്ളാഹു നിങ്ങളുടെ നിരീക്ഷകനാകുന്നു. അഥവാ അള്ളാഹു നിങ്ങളോട് സൂക്ഷിക്കാൻ ആഹ്വാനം ചെയ്ത് നിങ്ങളെ സൃഷ്ടിച്ചു വിട്ട് അവകാശങ്ങളും ബാധ്യതകളും നിശ്ചയിച്ച് ഇനി നിങ്ങളായിക്കോന്ന് പറഞ്ഞ് വിട്ടിരിക്കുകയല്ല. ആരൊക്കെ എന്തൊക്കെയാണ് ചെയ്യുന്നത്, അത് മനസ്സിലിരിപ്പെന്താണ്, പ്രത്യക്ഷത്തിൽ കാണുന്ന പ്രവർത്തനം എന്താണ്, അതിൻ്റെ ഉദ്ദേശ്യം എന്താണ്, താല്പര്യം എന്താണ്, എത്രത്തോളം അവകാശങ്ങൾ നൽകുന്നുണ്ട്, എത്രത്തോളം ബാധ്യതകൾ നിറവേറ്റുന്നുണ്ട് എന്നൊക്കെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. റഖീബ്, മുറാഖിബ് ഒക്കെ പറഞ്ഞ വാർഡനാണ് ഈ വാക്ക് ഉപയോഗിക്കല്. അതുണ്ടായ വാക്കാണ് റഖീബ്. നിരീക്ഷകനാണ് അല്ലാഹു തആല എന്നാണ് പറഞ്ഞത്. അതിന്റെ വിശദാംശങ്ങൾ തന്നെയാണ് ഈ സൂറത്തിൽ ധാരാളമായിട്ട് വരുന്നത്. ബാക്കി അവിടെ നിന്ന് നമുക്ക് വിശദീകരിക്കാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കലാം ശരിയായി പഠിക്കുവാനും മനസ്സിലാക്കുവാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കൂട്ടത്തിൽ ഒരു കാര്യം കൂടി സൂചിപ്പിക്കാനുണ്ട്. ഈ സൂറത്തിന്റെ തുടക്കമാണല്ലോ ഈ ക്ലാസ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ മറ്റുള്ള നമ്മുടെ പരിചയക്കാരും ബന്ധുക്കളും ഒക്കെയായ ആളുകൾക്ക് ഷെയർ ചെയ്തു കൊടുത്താൽ അവർക്ക് തുടക്കം മുതൽ തന്നെ കൂടെ ചേരുവാൻ, പഠിച്ചു മുന്നോട്ട് പോകുവാൻ ഒരു സൗകര്യമായിരിക്കും. അത് പരിഗണിച്ചുകൊണ്ട് സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഒക്കെ ഇത് ധാരാളം ഷെയർ ചെയ്തു കൊടുക്കണം എന്ന് അപേക്ഷിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ബല്ലിഗു അന്നി വലൗ ബി ആയ, എന്നിൽ നിന്ന് ഒരായത്തെങ്കിലും എത്തിച്ചു കൊടുക്കൂ എന്നാണ്.
നമ്മളെ ഈ സംരംഭത്തിന്റെ പേര് പോലും അങ്ങനെ സ്വീകരിച്ചതാണ്. അപ്പൊ ആ പരമാവധി ആളുകൾക്ക് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത് പോലെ പരമാവധി ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുവാൻ കൂടി മാന്യ പഠിതാക്കൾ ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നല്ല പ്രവർത്തനങ്ങൾ സ്വീകരിക്കുകയും ധാരാളം പ്രതിഫലം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ റബ്ബനാ സിദ്നാ ഇൽമൻ വഫഹ്മൻ വദിഖ്ഖത്തൻ വനളറാ അല്ലാഹുമ്മ ജഅലിൽ ഖുർആന റബീഅ ഖുലൂബിനാ വനൂറ സുദൂരിനാ വജലാഅ ഹുസ്നിനാ وذهاب همنا وغمنا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين صلى الله على محمد وعلى آله وصحبه وسلم والحمد لله رب العالمين.